എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു കൈ അതങ്ങനെ ഒരഗഷിമ ഐലാൻഡ് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വലിയ കൈയുടെ ഉടമസ്ഥൻ മറ്റാരുമല്ല, സാക്ഷാൽ ലൂഫി. കൈഡോ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. ലൂഫി ആണെങ്കിൽ മൊമന്റോസ്കിയോട് ഉച്ചത്തിൽ വിളിച്ചു പറയും, നീ വെറുതെ നോക്കി നിൽക്കാതെ എത്രയും വേഗം ഈ ഒരു ഐലാൻഡിനെ ദൂരത്തേക്ക് തള്ളി നീക്കണം. അടുത്ത നിമിഷം ഇത് തകരും. തകർന്നാൽ ഉണ്ടാവുന്നത് വലിയ ദുരന്തമാണ്. അതില്ലാതാക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ അത് നീ മാത്രമാണെന്ന് പറയും. മൊമന്റോസ്കിക്ക് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇല്ല, എന്നെ കൊണ്ട് അത്രയും പവറൊന്നുമില്ല, എനിക്കത് ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ മോട്ടിവേറ്റ് ചെയ്യാണ്. എന്റെ മകനാണ്, നിന്നെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാനായിട്ട് കഴിയൂ. ഈ വലിയൊരു ഐലാൻഡ് അത് തിരികെ പിടിക്കാൻ നിന്നെയാണ് ബാക്കി വെച്ചതെന്ന് പറയും. മൊമന്റോസ്കി ആണെങ്കിൽ വീണ്ടും ഫ്ലാഷ് ബാക്ക് ഒക്കെ ഒന്ന് ആലോചിച്ച് തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല. മണിക്കൂറുകളായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ ഞാൻ ദയനീയമായിട്ട് പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും പുറകിലേക്ക് പോവാണ്. ലൂഫിക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. മൊമന്റോസ്കി ഒരു ചെറിയ പയ്യനാണ്, അവനാകെ ഭയന്നിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ആ ഒരു കോൺഫിഡൻസ് അതവൻ തിരികെ എടുക്കണം, എങ്കിൽ മാത്രമേ അവനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ കൈഡോയുടെ അടുത്തേക്ക് വരും. ലൂഫി കൈഡോയെ അങ്ങനെ ഇറുക്കി പിടിച്ച് അടുത്ത അറ്റാക്കിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പക്ഷെ കൈഡോ ആണെങ്കിൽ ഫയർ പവർ അതുപയോഗിച്ച് ലൂഫിയുടെ കയ്യിൽ ചന്നം പിന്നം ഞാൻ ഞെട്ടിക്കുകയാണ്. കയ്യിൽ തീ കത്തിപ്പടർന്ന് ഒരുപാട് വേദനയിൽ ലൂഫി ആണെങ്കിൽ കൈ തിരികെ വലിക്കും. കൈഡോ ആണെങ്കിൽ അവനോട് പറയും, ഞാൻ രക്ഷപ്പെട്ടു പോവാതിരിക്കാനല്ലേ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് എന്നെ പിടിച്ചു വലിക്കണേ. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും ഞാൻ രക്ഷപ്പെട്ടു പോവില്ല. 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു വാനോ കിങ്ഡം അത് റൂൾ ചെയ്തിരുന്ന ഓടനെ ഞാൻ കത്തിക്കരിച്ചില്ലാതാക്കി. അതുപോലെ തന്നെ നിന്നെ ഞാൻ ഇല്ലാതാക്കും. 20 വർഷങ്ങൾക്ക് ശേഷം പ്രതീക്ഷയോടുകൂടെ ഓടൻ നിങ്ങളെ ഒരു വലിയ ടീമിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ്. ഓടനെ പറഞ്ഞു വിട്ട അതേ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെയും ഞാൻ സേഫ് ആയിട്ട് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് കൈഡോ അവന്റെ പവർ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അവൻ മുഴുവനായിട്ടും തീയായിട്ട് മാറുകയാണ്. കൈഡോയുടെ പവർ പുറത്തേക്ക് വരെ ഒരഗഷിമ ഐലാൻഡ് അത് മുഴുവനായിട്ടും അങ്ങനെ കിട്ടിങ്ങി വിറക്കാനായിട്ട് തുടങ്ങും. കൈഡോ ആണെങ്കിൽ അവന്റെ ബോഡി മുഴുവൻ ഫയറാക്കി അവന്റെ വാൽഭാഗം അത് ആ ഒരു തലയൊട്ടിയുടെ കൊമ്പ് ഭാഗത്ത് ആഞ്ഞടിക്കുകയാണ്. ആ ഒരു അടിയിൽ കൊമ്പങ്ങനെ തകർന്ന് താഴേക്ക് വീഴും. അതുകൊണ്ട് മൊമന്റോസ്കി ആണെങ്കിൽ അവനെ പരിഹസിക്കും. നിന്നെ ടച്ച് ചെയ്താൽ മാത്രമേ ഞാൻ ഉരുകൂ, പക്ഷെ നിന്നെ ടച്ച് ചെയ്യാതെ തന്നെ ഡിഫീറ്റ് ചെയ്യാനുള്ള വിദ്യ അപ്പാപ്പൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ ട്രെയിനിങ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ലൂഫിയും ഇപ്പൊ കൈഡോയ്ക്ക് നേരെ ആഞ്ഞടുക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരുടെയും പവർ ഉപയോഗിച്ച് പൊരിഞ്ഞ പോരാട്ടം. ലൂഫിയുടെയും കൈഡോയുടെ ഏറ്റുമുട്ടലിൽ ഇപ്പൊ വലിയൊരു പ്രകാശം അവിടെ മുഴുവൻ പരക്കുകയാണ്. ഇവിടെ സാമുറൈസ് ആണെങ്കിൽ ലൂഫിക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. ഈ 20 വർഷം നീണ്ട 20 വർഷത്തെ അവരുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുന്ന ഒരു വലിയ സന്ദർഭമാണ് ഇപ്പോൾ നടക്കുന്നത്. 20 വർഷങ്ങൾക്ക് മുൻപ് ഓടനെ കൊന്നു കളഞ്ഞതിന് ശേഷം ഒറോച്ചി ആണെങ്കിൽ വീണ്ടും ബാക്കിയുണ്ടായിരുന്ന അസിസ്റ്റൻസിനെ അവരെ കൂടെ കൊല്ലാനായി അവിടെയുള്ള അവന്റെ അസിസ്റ്റൻസിന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് അവരെ കൊല്ലാനായിട്ട് ഒരുപാട് സോൾജിയേഴ്സ് ഐലാൻഡ് മുഴുവൻ കയറി ഇറങ്ങി നടന്നു. ആക്ച്വലി ഒറോച്ചി മാത്രമാണ് ആ വാനോക്കിന്റെ കൺട്രോളിൽ വെച്ചത് എങ്കിൽ ജനങ്ങൾ അവനെ തല്ലിക്കൊന്നേനെ. പക്ഷേ പവർ കൊടുത്ത് ശക്തിയായിട്ട് അവനോട് ചേർന്ന് നിന്നത് സാക്ഷാൽ കൈഡോ ആണ്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഒറോച്ചിക്കും അവന്റെ അസിസ്റ്റൻസിനും എതിരായിട്ട് ഒരു ചെറു വിരൽ പോലും അനക്കാൻ കഴിയാഞ്ഞത്. ഇപ്പോ ആ ഒരു സന്ദർഭം അതെല്ലാം മാറാൻ പോവാണ്. കട്ട് ചെയ്ത വീണ്ടും ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ഒറോച്ചിയും കൈഡോയും ചേർന്ന് ഓടന്റെ അസിസ്റ്റൻസിനെയും അവിടെയുള്ള ജനങ്ങളെയും സപ്പോർട്ടേഴ്സിനെയും ഒക്കെ തന്നെ മുഴുവനായിട്ടും തല്ലി കൊല്ലും. ഒറോച്ചി ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡൈമയോസിന് ഒരു ഓഫർ കൊടുക്കും, നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ സബ് ഡിവിഷൻസ് അത് ഭരിക്കാം, പക്ഷെ ഓടന്റെ ഫോളോവേഴ്സ് ആയിട്ടല്ല എൻ്റെ അസിസ്റ്റൻസ് ആയിട്ടായിരിക്കണം. അതിനാൽ ഡൈമയോസ് ആണെങ്കിൽ തയ്യാറാവാതെ ഒറോച്ചിക്കും കൈഡോയ്ക്കും എതിരായിട്ട് അവരുടെ ശബ്ദം ഉയർത്തി. അതുപോലെ തന്നെ ആയുധങ്ങളും ഒറോച്ചിയും അവരാണെങ്കിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു കരുണയും കാണിക്കാതെ അവരെ എല്ലാവരെയും തല്ലി കൊന്നു. മരിച്ചുപോയ ഡൈമയോസ് അവരെല്ലാവരും തന്നെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന സാമുറൈസ് ആയിരുന്നു. പക്ഷേ 10 വർഷം വെയിറ്റ് ചെയ്യാൻ മനസ്സ് കാണിക്കാതെ അവരെടുത്തു ചാടി കൈഡോയുമായിട്ട് പോരാടി. കൈഡോയുടെ ആ വലിയ പവറിനും ആയുധങ്ങൾക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവരെല്ലാവരും മരണത്തിന് കീഴടങ്ങി. അപ്പോഴും അവർ തോറ്റു കൊടുക്കാനോ കൈഡോയുടെ അസിസ്റ്റൻസ് ആയിട്ട് ജീവിക്കാനോ തയ്യാറായിരുന്നില്ല. ദാരുണമായിട്ട് മരിച്ചു പോകുന്ന ആ സാമുറൈസിനെ നോക്കി ഒറോച്ചി ആണെങ്കിൽ കളിയാക്കും, നിങ്ങളെല്ലാവരും വേസ്റ്റാണ്, നിങ്ങളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല, ഒരിനപ്പുറം ബുദ്ധി, ബ്രെയിൻ എന്നിങ്ങനെ ചില കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾക്കുണ്ട്, അതിനു മുൻപിൽ നിങ്ങൾ ശിശുക്കളാണെന്ന് പറഞ്ഞ് അവരെ പരിഹസിക്കും. ഇനി ഈ ഐലാൻഡ് ഭരിക്കാൻ പോകുന്നത് കുറോസമി ക്ലാനാണ്. അതിൻ്റെ അണ്ടറിൽ നിങ്ങളെല്ലാവരും അട്ടിമകളെ പോലെ ജീവിക്കണമെന്ന്
ഒറോച്ചി ഉച്ചത്തിൽ വിളിച്ചു പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഓടനെ കൊന്നതിന് ശേഷം കൈഡോയും ഒറോച്ചിയും അവർ രണ്ടുപേരും ചേർന്ന് ആ വാനോ കിൻഡത്തെ മുഴുവനായിട്ടും പട്ടിണിയിലേക്കും ബുദ്ധിമുട്ടിലേക്കും തള്ളിവിട്ടു. അവർക്കെതിരെ ശബ്ദം ഉയർത്തുന്നത് അതാരായിരുന്നാലും അവർ ചുട്ടുകൊന്നു. ഓരോരോ വീടുകൾ തോറും കയറി അവിടെയുള്ള ആണുങ്ങളെ അവൻ ബലമായിട്ട് പിടിച്ചെടുത്ത് അവന്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യിപ്പിച്ചു. അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, പ്രോപ്പർ റെസ്റ്റ് കൊടുക്കാതെ അടിച്ചു ഇടിച്ചും അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു. ഭക്ഷണവും വെള്ളവും കിട്ടാതെ അതിൽ പലരും മരിച്ചു വീണു, പലരും ടയർഡായി താഴെ വീണു. അങ്ങനെ മയങ്ങി വീഴുന്നവർക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെ ചുടുതീയിലേക്ക് യാതൊരു കാരണവും കാണിക്കാതെ വലിച്ചെറിഞ്ഞു. ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പോയിസൺ വാട്ടർ അത് അവിടുത്തെ ലേക്കിലേക്ക് ഒഴുക്കി വിട്ടു. കുടിക്കാൻ വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ നല്ലൊരു മണ്ണില്ലാതെ അവിടെയുള്ളവരെല്ലാവരും കഷ്ടപ്പെട്ട് പട്ടിണിയിലും ബുദ്ധിമുട്ടിലും പ്രതി ആളുകൾ മരിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അപ്പോഴും ഒറോച്ചിക്കും കൈഡോയ്ക്കും അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങള്, സ്ത്രീകള് എന്നിങ്ങനെ എല്ലാവരും അവരുടെ കൺട്രി രക്ഷിക്കാനായിട്ട് വിളിച്ചു കരഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവർക്ക് നന്നായിട്ട് അറിയാം അവരെ ആരും രക്ഷിക്കാനായിട്ട് എത്തില്ല എന്ന്. കാരണം ആ ഒരു വാനോ കിങ്ഡം അത് മുഴുവനായിട്ടും ഒരു ക്ലോസ്ഡ് ഐലാൻഡ് ആണ്. അവിടേക്ക് അത്ര വേഗം ആർക്കും കടന്നു വരാനായിട്ട് കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനായിട്ട് ആരും എത്തില്ല എന്ന് മനസ്സിലാക്കി പ്രതീക്ഷകളെല്ലാം അവസാനിപ്പിച്ച് അവരവിടെ കഴിഞ്ഞുകൂടും. കൈഡോയ്ക്കാണെങ്കിൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ അവനാണെങ്കിൽ അതിന്റെ മുഴുവൻ അഡ്വാൻറ്റേജസ് എടുത്തും ആ ഒരു വാനോ കിൻഡത്തെ അവന്റെ കാൽ കീഴിലാക്കും. ജനങ്ങൾക്കാണെങ്കിൽ ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ ചിലർ സൂയിസൈഡ് ചെയ്തു. പക്ഷെ മറ്റു ചിലർ ടൊക്കി പറഞ്ഞ കാര്യം അതൊരു ദൈവവാക്യം പോലെ സ്വീകരിച്ച് 20 വർഷങ്ങൾ വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറായി. കാരണം 20 വർഷത്തിന് ശേഷം വലിയൊരു യുദ്ധം ഉണ്ടാവുമെന്നും കൈഡോയുടെയും ഒറോച്ചിയുടെയും കയ്യിൽ നിന്ന് അവർക്ക് വിടുതല ലഭിക്കുമെന്നാണ് ടൊക്കി പറഞ്ഞത്. അതിൽ അവർ അടിയുറച്ച് വിശ്വസിക്കും. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോകുന്തോറും അവർ ഒരുപാട് ബുദ്ധിമുട്ടില് മുൻപോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരുടെ ഗ്രാമത്തിലേക്ക് ഒരുപാട് ഫ്രൂട്ടുകൾ വന്ന് വീഴുന്നതായിട്ട് അവർ ശ്രദ്ധിക്കും. അത്രയും നാളും ഭക്ഷണം കഴിക്കാതെ പട്ടിണിയിൽ പരിവട്ടത്തിലും ജീവിച്ച അവർക്ക് അതൊരു നിധിയായിരുന്നു. അവരെല്ലാവരും ഒളിഞ്ഞിരിക്കുന്ന ചതി അത് മനസ്സിലാക്കാതെ അത് വാരി വാരി തിന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, ഫോൾട്ട് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട്. അത് ഒറോച്ചിയാണ് അവിടേക്ക് കൊണ്ടുവന്നിട്ടത്. ആ ഒരു ഡെവിൾ ഫ്രൂട്ട് കഴിച്ച് അവരെല്ലാവരും പിന്നീട് നിർത്താതെ ചിരിച്ചുകൊണ്ടേയിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ആ ഗ്രാമത്തിലെ പെൺകുട്ടി അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മ്യൂസിക് വായിക്കും. ഒറ്റയ്ക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടാവില്ല. അവനൊരു കത്തിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളെ ഭീഷണിപ്പെടുത്തും. എന്റെ അടുത്ത് നിന്ന് ആരും കരയാനായിട്ട് പാടില്ല, സന്തോഷത്തില് മ്യൂസിക് വായിക്കണം, എന്നിട്ട് എനിക്ക് എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ ഭീഷണിപ്പെടുത്തും. അവളാണെങ്കിൽ പേടിച്ച് ഇപ്പൊ ഹാപ്പിയായി അഭിനയിച്ച് മ്യൂസിക് വായിക്കും. മാത്രമല്ല ഒറോച്ചിയാണെങ്കിൽ അവന്റെ സപ്പോർട്ടേഴ്സിന് ഒരുപാട് ഭക്ഷണം വെറുതെ ധാരാളമായിട്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. അതെല്ലാം കണ്ട് സുന്ദരിയാണെങ്കിൽ അവനോട് പക വീട്ടാനായിട്ട് അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു പിഞ്ചു കുഞ്ഞ് അവനാണെങ്കിൽ ഒറോച്ചിയോട് സഹായം തേടും. ഒറോച്ചി അവനെ പുറംകാല് കൊണ്ട് അട്ടിച്ച് തെറിപ്പിക്കും. ഒറോച്ചിക്കാണെങ്കിൽ ആ സമയങ്ങളിലെല്ലാം തന്നെ അവന്റെ ഫ്ലാഷ് ബാക്ക് ആയിരിക്കും ഓർമ്മ വരിക. എല്ലാവരും നഷ്ടപ്പെട്ട് ിലൂടെ അലഞ്ഞു നടന്ന അവനെ എല്ലാവരും ചേർന്ന് അറ്റാക്ക് ചെയ്ത കാര്യം അതോർക്കുമ്പോൾ അവന്റെ ദേഷ്യവും വെറിയും അത് 10 മടങ്ങായി മാറി അവന്റെ കയ്യിൽ കിട്ടുന്നവരെ അവൻ തല്ലി ഓടിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റില് ഒറോച്ചി ആണെങ്കിൽ അവന്റെ ഡ്രാഗൺ ഫോമിലേക്ക് മാറും. അതിനുശേഷം വിശ്വസുന്ദരിക്ക് നേരെ പാഞ്ഞടുക്കും. ഒറ്റയ്ക്ക് മരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവണം, ആഫ്റ്റർ ലൈഫിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞ് അവരങ്ങനെ പാഞ്ഞടുക്കും. പക്ഷെ വിശ്വസുന്ദരി ആണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കണ്ണുകൾ കാണുമ്പോൾ അതിൽ ഓടന്റെ മുഖമായിരിക്കും ഒറോച്ചിക്ക് കാണാനായിട്ട് കഴിയുക. ഒറോച്ചിയാണെങ്കിൽ അപ്പോഴും മനസ്സ് മാറാതെ അവളെ തകർക്കാനായിട്ട് പാഞ്ഞടുക്കും. അവളാണെങ്കിൽ കണ്ണുകൾ അടച്ച് എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവൾ ക്ലോസ് തന്നെ താമസം ആണ്. അവന്റെ കഴുത്തിൽ ആഞ്ഞൊരു വെട്ടിയത് മറ്റാരുമല്ല, സാക്ഷാൽ ഡെഞ്ചറോ. അതവന് വലിയൊരു ട്വിസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഒരു വിധത്തില് 2 തലവേദനകളിൽ ഒരാളെ ഒഴിവാക്കി കളഞ്ഞു. ഇനി പ്രധാനപ്പെട്ട ആള് കൈഡോ അവൻ മാത്രമാണ് ബാക്കിയുള്ളത്. മൊമന്റോസ്കി ആണെങ്കിൽ വീണ്ടും വീണ്ടും തന്നെ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ അത് വീണ്ടും വീണ്ടും ആലോചിക്കും. ഓടിന് ശേഷം നീയാണ് ഈ വാനോ കിൻഡത്തിന്റെ പ്രതീക്ഷ, മാത്രമേ അത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചിന്തിച്ച് അവൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറാവുകയാണ്. മറ്റൊരു ഭാഗത്ത് ഉസോപ്പ് അവനാണെങ്കിൽ തെറിച്ചുപോയ ഒക്കിക്യൂനെയും കിന്നിനെയും അവർ രണ്ടുപേരെയും കണ്ടെത്തും. സാമുറൈസ് ആണെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി, നിന്നെ ഞങ്ങളിപ്പോൾ കാണുന്നത് ദൈവത്തിന്റെ സ്ഥാനത്താണ്. ഞങ്ങളുടെ ലൈഫ് പൂർണ്ണമായിട്ട് സാക്രിഫൈസ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർക്ക് ഇനിയൊരു മോചനം ഉണ്ടാവണം. കൈഡോയെ ഇല്ലാതാക്കണം. ഇതാ ഇവിടെ കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യാൻ വരുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.